സിനിമയിൽ നായകനായി 15 വർഷം, ഒപ്പം 50 ചിത്രങ്ങൾ. കുഞ്ചാക്കോ ബോബനെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകളുണ്ട് ഈ ഓണത്തിന്. സ്വാഗതം. ഒരു ഓണാശംസയിൽ തുടങ്ങാം. പ്രിയപ്പെട്ട എല്ലാ മലയാളികൾക്കും മനോരമ ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണത്തിന്റെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും എല്ലാവിധ ഓണാശംസകളും. ഈ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എന്ത് തോന്നുന്നു? വിവേക് നേരത്തെ പറഞ്ഞ പോലെ 50 പടങ്ങൾ 15 വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ ഈ വർഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു 2 വലിയ വിജയങ്ങൾ എനിക്ക് തന്ന വർഷമാണ്. ഓർഡിനറിയും മല്ലു സിംഗിന്റെ 50ാമത്തെ ചിത്രമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ലൊരു വർഷം. അത് ഓണത്തിനും ഈ പറയുന്ന പോലെ ഓർഡിനറി 150 ദിവസം കഴിഞ്ഞിട്ട് ഓടുന്നു എന്ന് പറയുന്നൊരു വലിയൊരു സന്തോഷമുണ്ട്. അപ്പൊ അതന്നെ ഏറ്റവും വലിയ എന്താ പറയാ ഒരു നന്ദി കൂടെ പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുക. ആലപ്പുഴയിലെ ഓണം, ആ ഒരു ഓണത്തെ കുറിച്ച് ശരിക്കും ഒരു അഭിനേതാവായത് എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ഓണങ്ങൾ ആഘോഷിക്കാനായിട്ട് ഉള്ള ഒരു അവസരം തന്നിട്ടുണ്ട്. ഇപ്പം ആലപ്പുഴയിലെ ഓണം, അതേപോലെ മദ്രാസിലെ ഓണങ്ങൾ, ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഓണം. ആലപ്പുഴയിലെ ഓണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സുഹൃത്തുക്കളോടൊപ്പം, വീട്ടുകാരോടൊപ്പം, ബന്ധുക്കാരോടൊപ്പം ഉള്ളൊരു ഓണമാണ്. അത് ഓണത്തിന്റെ അന്ന് ഉച്ചയ്ക്കുള്ള സദ്യ മാത്രമാണ് വെജിറ്റേറിയൻ പ്രധാനപ്പെട്ട സംഭവമായിട്ട്. അതിനപ്പുറം ഇപ്പം നോൺ വെജ് തന്നെ. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ചമ്രം പടിഞ്ഞിരുന്ന ഇലയിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത. കാരണം ചമ്രം പടിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമുള്ളൊരു കാര്യമാണ്. എന്നാലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെയൊക്കെ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. തീർച്ചയായും ഇപ്പൊ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ ഓണക്കളികൾ അല്ലെങ്കിൽ ഓണത്തിന് നമുക്ക് ലഭിക്കുന്ന പൂക്കളുടെ വരെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അത് എന്തൊക്കെ പൂക്കളാണെന്ന് പോലും ആൾക്കാർക്ക് ഇപ്പൊ അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥ വന്നിട്ടുണ്ട്. ഒരു റെഡിമെയ്ഡ് ഓണം എന്ന് ആൾക്കാർ ഇപ്പൊ വിശേഷിപ്പിക്കുന്ന ഒരു ക്ലീഷേ ഓണം ആയി മാറുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സമത്വം അല്ലെങ്കിൽ ആ ഒരു സാഹോദര്യം എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മൾ മലയാളികൾ ഒരുമിച്ചിരുന്ന് ഓണകാലത്ത് ആഘോഷിക്കാം. സിനിമ ലൊക്കേഷനുകളിലെ ഓണം അതിനൊരു കുറച്ചുകൂടി കൂട്ടായ്മയുടെ ഒരു സുഖമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും എന്താ പറയാ ഒരു പ്രൊഡക്ഷൻ ബോയ് മുതൽ സിനിമയിലുള്ള ഏറ്റവും മുതിർന്ന ആൾ വരെ എല്ലാ രീതിയിലും ഉയർന്ന തലത്തിലുള്ള ആൾക്കാർ വരെ ഒരേ പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു സുഖം അത് തീർച്ചയായിട്ടും പഴയ ഒരു ഓണസ്മരണകൾ ശരിക്കും ആസ്വദിക്കാനായിട്ട് സഹായിക്കാറുണ്ട്. ജയസൂര്യക്ക് ഒപ്പമാണ് ഗുലുമാലിലൂടെയാണ് ഒരു വലിയൊരു മടങ്ങി വരവ്. സിനിമയിൽ അത്തരം ഓണത്തിന് ഒത്തുകൂടുന്ന കൂട്ടങ്ങൾ ഉണ്ടോ? സൗഹൃദ കൂട്ടങ്ങൾ, ജയസൂര്യ ഉൾപ്പെടെ? ഞങ്ങള് മാക്സിമം ഇപ്പൊ ജയന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അവൻ കൂടുതലും വീട്ടുകാരോടൊപ്പം ഓണം ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കുറെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളും കൂടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്റെ ഒരു വ്യക്തിപരമായ അറിവില്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ജയനുമായിട്ടുള്ള ഒരു സൗഹൃദവും അതേപോലെ തന്നെ അവന്റെ മനസ്സിലൊരു നന്മയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുമിച്ചുള്ള ആഘോഷങ്ങൾ. ഇപ്പം എനിക്ക് തോന്നുന്നു ലോലിപോപ്പിന്റെ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഓണത്തിന്റെ സമയത്ത് എങ്ങാണ്ടായിരുന്നു അത്. പിന്നെ ഇപ്പം ഷാഫിയുടെ പടത്തില് വീണ്ടും അതേപോലെ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല സ്മരണകൾ, നല്ല നല്ല സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മകൾ. പ്രിയ എന്ന പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് 6-7 വർഷമാവുന്നു. അത് വലിയൊരു പിന്തുണയാണ്. ഓണക്കാലത്ത് അത്തരം യാത്രകളോ മറ്റോ പ്ലാൻ ചെയ്യാം? ഞങ്ങള് ഓണം മാത്രമല്ല എല്ലാ ആഘോഷങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ആൾക്കാരാണ്. അതിപ്പം ജാതി മതഭേദമന്യേ അത് ഏത് ടൈപ്പ് ആണെങ്കിൽ, ഇപ്പൊ ഹോളി ആണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ ഏറ്റവും ഒരു നല്ലൊരു ആൾക്കൂട്ടത്തോടെ ആൾക്കാരോടൊപ്പം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കൂട്ടത്തിന്റെ ഇടയിലാണോ കുഞ്ചാക്കോ ബോബൻ എന്ന താരം നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാനൊരു താരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യനും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു നല്ലൊരു അഭിനേതാവായിട്ട്. ഓണത്തിന് അങ്ങനെ ഒരു വലിയ താരപദവി കുഞ്ചാക്കോ ബോബൻ ഇല്ലേ? കാരണം 2011 2012 എപ്പോഴും കുഞ്ചാക്കോ ബോബൻ എന്ന് കേൾക്കുന്നത് വലിയ വിജയങ്ങൾക്കൊപ്പമാണ്. ആ ഒരു സന്തോഷം കൂടി ചേർത്ത് വായിക്കും. വലിയ വിജയങ്ങൾ എന്നതിനേക്കാൾ ഉപരി വലിയ അനുഗ്രഹങ്ങളായിട്ട് അതിനെ വിശേഷിപ്പിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനേക്കാൾ നല്ല രീതിയിൽ അടുത്ത വർഷങ്ങളിലും കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കടമ്പ. കുഞ്ചാക്കോ ബോബൻ ചിത്രം എന്ന് പറയുമ്പോൾ അനീതിപ്രാവ് മുതൽ മലയാളികൾ കാണുന്ന ഒരു ദൃശ്യങ്ങളുണ്ട്. ചില നിശ്ചിത ദൃശ്യങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ലാൽ ജോസിന്റെ പാലുണ്ണി മുതൽ, എൽസമ്മ എന്ന ആൺകുട്ടിയിലെ പാലുണ്ണി മുതൽ കുഞ്ചാക്കോ ബോബന്റെ ഒരു ഇമേജ് അങ്ങ് മാറിയിരിക്കുന്നു. ആ ഒരു ഇമേജ് മാറ്റം സിനിമയിലെ ആഘോഷങ്ങൾക്ക് കുറച്ചുകൂടി ശക്തി നൽകിയിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ കുഞ്ചാക്കോ ബോബൻ ചിത്രം എന്ന് പറയുന്നത് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഓരോ കഥാപാത്രങ്ങളുടെ പേരിലാണ് ആ ചിത്രങ്ങൾ അറിയപ്പെട്ട് തുടങ്ങുന്നതെന്ന് പറയുന്നതാണ് എനിക്ക് അങ്ങനെ പറയാനായിട്ടാണ് അല്ലെങ്കിൽ അറിയപ്പെടാനായിട്ടാണ് ആഗ്രഹം.
അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എൽസമ്മയ്ക്ക് ശേഷമുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബൻ ചിത്രം എന്നതിനേക്കാൾ ഉപരി ആ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ മൊത്തം കഥയുടെ ഒരു പശ്ചാത്തലത്തിലുള്ള നിൽക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ആൾക്കാർ കൂടുതലും അറിയുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പേര് എന്നതിനേക്കാൾ ഉപരി ആ കഥാപാത്രം എന്നതിന് മുൻതൂക്കം കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ദിലീപേട്ടന് അവാർഡ് കിട്ടിയ കാര്യമാണ് ഇങ്ങനെ സിനിമ ചർച്ച ചെയ്യുന്നത്. ഒരു അവാർഡൊക്കെ വേണ്ടേ? കാരണം സ്നേഹതീരത്തിന് ഒരു അവാർഡ് സ്പെഷ്യൽ ജൂറി കിട്ടിയിരുന്നു, 5-8 വർഷമായി. ഒരു അവാർഡൊക്കെ വേണ്ടേ? തീർച്ചയായിട്ടും അവാർഡുകൾ ഒരു പ്രചോദനമാണ്, പ്രോത്സാഹനമാണ്. അത് അതിനർഹിക്കുന്ന ഒരു സിനിമ അല്ലെങ്കിൽ കഥാപാത്രം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ ഒരു മര്യാദ, അല്ലേ? അപ്പൊ അതിനുവേണ്ടി ചെയ്ത നല്ല കഥാപാത്രങ്ങളുണ്ട് എങ്കിലും ഇപ്പം ഇപ്പോഴത്തെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്, നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നു, നല്ല സിനിമകൾ ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും നല്ലതിന് കൊടുക്കുന്ന അവാർഡ് അത് കിട്ടാനായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. അങ്ങനെ മത്സരമുള്ള കാര്യം പറയുമ്പോൾ 90കളുടെ അവസാനം കുഞ്ചാക്കോ ബോബൻ സിനിമയിലേക്ക് വരുമ്പോൾ ദിലീപ് ഉൾപ്പെടെയുള്ളവർ കുഞ്ചാക്കോ ബോബനെ ഒതുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പരാതികളുണ്ടായിരുന്നു, അത്തരം വാർത്തകൾ വേറെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ വലിയ താരമായി നിൽക്കുമ്പോൾ ദുൽഖറും മറ്റ് ഒരുപാട് താരങ്ങൾ വരുന്നു, ഉണ്ണി മുകുന്ദനൊപ്പം അഭിനയിക്കുകയും ചെയ്തു. അത്തരം താരങ്ങളെ കുഞ്ചാക്കോ ബോബൻ ഒതുക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും പറയോ? അതായത് അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരാണ് ആദ്യം പറയേണ്ടത്, അല്ലാതെ ഇപ്പൊ മറ്റുള്ളവർ പറഞ്ഞിട്ട് തോന്നേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. കാരണം ഞാനെപ്പോഴും ഈ പുതിയ ആൾക്കാരെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അത് എല്ലാ രീതിയിലും, ഇപ്പം സംവിധായകരാണെങ്കിലും കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും എല്ലാവരെയും ഈ പറയുന്ന പോലെ പുതിയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. അപ്പം സീനിയേഴ്സ് എന്ന് പറഞ്ഞ സിനിമ, അതിൽ ജയറാമേട്ടൻ, ബിജു മേനോൻ, മനോജേട്ടൻ അവരുടെ കൂടെ അഭിനയിച്ചു. 3 Kings എന്ന് പറഞ്ഞ സിനിമയിൽ ഇന്ദ്രജിത്ത്, ജയസൂര്യ അവരോടൊപ്പം അഭിനയിച്ചു. 7s അല്ലെങ്കിൽ ഡോക്ടർ ലവ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ ആസിഫ് അലി, അങ്ങനെ ഒരുപാട് യുവതാരങ്ങൾ, നിവിൻ പോളി, അങ്ങനെയുള്ളൊരു കൂട്ടരുടെ കൂടെ അഭിനയിച്ചു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ രീതിയിലും എല്ലാ ആൾക്കാരുമായിട്ടും കൂടെ സഹകരിക്കുന്നു, സിനിമകളിൽ അഭിനയിക്കുന്നു, ആ സിനിമകൾ വിജയിക്കുന്നു എന്ന് പറയുന്നൊരു ഭാഗ്യം ഉണ്ടാകുന്നു. അപ്പോൾ ഞാനൊരിക്കലും ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇല്ലാതിരുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പം 90കളുടെ അവസാനത്തിൽ ഞാൻ വരുമ്പോൾ എൻ്റെ ഏജ് കാറ്റഗറിയിലുള്ള ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു കോമ്പറ്റേറ്റീവ്നെസ് ഇല്ലാത്തത് ഒരു പരിധിവരെ എന്നിലെ നടനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ഒരു ഹിൻഡ്രൻസ് ആയിരുന്നു, ഒരു തടസ്സമായിരുന്നു. പക്ഷെ പിന്നീട് രണ്ടാം വരവിൽ അങ്ങനെയല്ല, എല്ലാ രീതിയിലും എല്ലാ തരത്തിലും ആ ഒരു രണ്ടാം വരവ് എന്ന് പറയുമ്പോൾ കുറെ കാലം ഓണം സിനിമയ്ക്കൊപ്പം ആയിരുന്നില്ല, ഭാര്യയ്ക്കൊപ്പമായിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പൊ അന്ന് അത്ര ഓർമ്മകൾ എങ്ങനെ പങ്കുവയ്ക്കാം? കഴിഞ്ഞിട്ടില്ല, 2009 മുമ്പ് അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സിനിമയിൽ കല്യാണത്തിന് ശേഷമുള്ള ഓണം എന്ന് പറയുന്നതാണ് ഭാര്യ വീട്ടിലുള്ള ആദ്യത്തെ ഓണം എന്ന് പറയുന്നത്. അത് ഏറ്റവും മാക്സിമം നന്നായിട്ട് ആഘോഷിച്ച ആളാണ്. എല്ലാ ദിവസവും നല്ല നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഫുഡ് ഒരു വീക്ക്നെസ് ആണ്, ഫുഡ് വളരെ വലിയൊരു വീക്ക്നെസ് ആണ്. തുടക്ക സമയത്ത് ഭാര്യ അത്യാവശ്യം ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ആളായിരുന്നു. പക്ഷെ ഇപ്പം ഒരു എക്സ്പെർട്ട് കുക്കായി മാറിയതുകൊണ്ട് വണ്ണം കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ കഠിനമായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. മമ്മി ആൻഡ് മീലാണ് ഒരു ആക്ഷൻ സീനിൽ പങ്കെടുക്കുന്നത്. ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ആക്ഷൻ സീൻ. പിന്നീട് തുടർച്ചയായി ആക്ഷൻ വേഷങ്ങൾ തന്നെ ചെയ്തു. സീനിയേഴ്സിലൊക്കെ നല്ല ആക്ഷൻ ഉണ്ടായിരുന്നു. ആക്ഷൻ വേഷങ്ങളിലും കുഞ്ചാക്കോ ബോബനെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രതിനായകനായിട്ടും. അതിൽ സ്വീകരിക്കപ്പെടുന്നതിന്റെ ഒരു സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം. ഈയിടയ്ക്ക് സിമ അവാർഡ്സ് എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ലഭിച്ച അവാർഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് വില്ലൻ, ബെസ്റ്റ് ആക്ടർ ഇൻ എ നെഗറ്റീവ് റോൾ എന്നുള്ളൊരു അവാർഡായിരുന്നു സീനിയേഴ്സിലെ അഭിനയത്തിന്. അപ്പൊ ആ രീതിയിലും ആൾക്കാർ എന്നെ കണ്ടു തുടങ്ങുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്, ഒരു നടൻ എന്നുള്ള നിലയിൽ. ട്രാഫിക് പോലുള്ള ഒരു സിനിമ, കാരണം ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള രാജേഷ് പിള്ളയെ സിനിമയിൽ കൊണ്ടുവന്നത് ചാക്കോച്ചനാണ്. പക്ഷെ ട്രാഫിക്കിന് ശേഷം അത്തരം ന്യൂ ജനറേഷൻ സിനിമകളിൽ കൂടുതലായി ചാക്കോച്ചനെ കണ്ടില്ല. എന്റെ അഭിപ്രായത്തിലുള്ള ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന വാക്ക് എത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ കാലഘട്ടങ്ങളിലും അതാത് ജനറേഷനിലുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു ആ സിനിമകളെല്ലാം ന്യൂ ജനറേഷൻ സിനിമകളുമാണ് അതാത് സമയങ്ങളിൽ. ചില സിനിമകൾ കാലത്തിന് മുൻപേ വന്ന സിനിമകളായിരിക്കും. അപ്പൊ അത് വളരെ അഡ്വാൻസ്ഡ് ജനറേഷൻ മൂവീസ് ആണ്. അത് ഇപ്പം റിലീസ് ചെയ്തെങ്കിൽ അത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ എന്ന് പറയുന്ന സിനിമ, അത് ആ റിലീസ് ചെയ്ത സമയത്ത്
കാലഘട്ടത്തിന് മുമ്പേ വന്ന സിനിമയായിരുന്നു. റിയൽ എസ്റ്റേറ്റും അതിന്റെ പ്രശ്നങ്ങളും രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ അത് ഒരു 2 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം, ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ എന്ന് പറയുന്ന സിനിമ അന്നത്തെ ഒരു ന്യൂ ജനറേഷൻ സിനിമയാണ്. എല്ലാ ന്യൂ ജനറേഷൻ സിനിമകളും ഒരു മെസ്സേജ് കൺവേ ചെയ്യപ്പെടണം, അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു കലയും കൂടെയാണ്. അപ്പം അത് കണ്ണിന് ഇമ്പമുള്ള അല്ലെങ്കിൽ കാതിന് സുഖകരമായിട്ടുള്ള, കാഴ്ചയ്ക്കും മനസ്സിനും എല്ലാ രീതിയിലും സുഖകരമായിട്ടുള്ള ഒരു കാഴ്ച ആവണം ഒരു പരിധിവരെയെങ്കിലും. റിയലിസ്റ്റിക് ആസ് വെൽ ആസ് കുറച്ചുകൂടെ ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് കുറച്ചുകൂടെ മാസ് ഓഡിയൻസിന് ലഭിക്കത്തക്ക രീതിയിൽ ന്യൂ ജനറേഷൻ ഫിലിംസ് കുറച്ചും കൂടി ഒരു മാസ് ഓഡിയൻസ് അപ്പീൽ ചെയ്യുന്ന രീതിയിൽ വരണമെന്നാണ് ആഗ്രഹം. അത് പതുക്കെ ആവുന്നുണ്ട്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. മലയാളം ആരാധിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ് മുത്തച്ഛന് കുഞ്ചാക്കോയുടെ 100ാം ജന്മവാർഷികം കൂടിയാണ് ഇപ്പോ 2012. ആ ഓർമ്മകൾ. കുഞ്ചാക്കോ എന്ന് പറയുന്ന വ്യക്തി ഒരു ലെജൻഡാണ്. ഹീസ് എ ലെജൻഡ്. മലയാള സിനിമയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. 1912 അദ്ദേഹം ജനിക്കുന്നത്. 2012 ആകുമ്പോൾ 100 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുഞ്ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കുറച്ച് അറിവ് കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പം അത് ഉദയ എന്ന് പറയുന്ന ഒരു ബാനർ അത് വീണ്ടും കൊണ്ടുവന്ന് ആ ഓർമ്മകളും ആ ഒരു പാരമ്പര്യവും കൊണ്ടുവരുത്തി തിരിച്ച് വീണ്ടും കുറച്ചും കൂടെ ശക്തമായിട്ട് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം നവോദയ അപ്പച്ചൻ സാർ ഇല്ലാത്ത ഒരു ഓണം കൂടിയാണ്. അതാണ് ഈ ഓണക്കാലത്ത് ഒരു വലിയൊരു നഷ്ടമെന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായിട്ടും മലയാള സിനിമയ്ക്ക് പൊതുവെയും. കാരണം മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഷോമാൻ, ഒഫീഷ്യൽ ഷോമാൻ എന്ന് പറയുന്നത് നവോദയ അപ്പച്ചൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തെയും സിനിമയിൽ കൊണ്ടുവന്നത് എന്റെ മുത്തശ്ശനായ കുഞ്ചാക്കോയാണ്. അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന 2 വലിയ പേരുകൾ കുഞ്ചാക്കോയും നവോദയ അപ്പച്ചൻ. അവരും ഒപ്പം അച്ഛനും ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങൾ നൽകുന്ന ശക്തി എന്താണ്? സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ച ആളല്ല ഞാൻ. സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് അതിൽ തുടരണമെന്നും ആഗ്രഹിച്ച ആളല്ല ഞാൻ. ഈ 3 വ്യക്തികളുടെയും കഠിനാധ്വാനവും പാരമ്പര്യമായിരിക്കാം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും. സിനിമയിൽ ഇപ്പോൾ അത് മലയാള സിനിമയിൽ ഏറ്റവും വിമർശന ബുദ്ധിയുള്ള പ്രേക്ഷകരുള്ള മലയാള സിനിമയിൽ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ നിലനിൽക്കാനുള്ള കാരണം ആ ഒരു പാരമ്പര്യം തന്നെയായിരിക്കും. ചില തീരുമാനങ്ങളുടേത് കൂടിയാണ് പുതുവർഷം. ചിങ്ങം പുതുവർഷമാണ്. നിർമ്മാതാവായി മാറും ഈ വർഷം എന്ന് ഒരു തീരുമാനം എടുത്താൽ പൂർത്തിയാക്കും. കാരണം മുമ്പെടുത്തൊരു തീരുമാനമാണ്. നിർമ്മാതാവാകാനായിട്ടുള്ള ആദ്യത്തെ പടി ഈ വർഷം തുടങ്ങും. പക്ഷെ നിർമ്മാതാവായിട്ടുള്ള ഒരു ലക്ഷ്യപൂർത്തീകരണം മിക്കവാറും അടുത്ത വർഷം ആവാനാണ് സാധ്യത കൂടുതൽ. പേടിയുണ്ടോ? കാരണം ഒരു വലിയ കമേഴ്ഷ്യൽ പടം എടുത്താൽ. പേടിയില്ല, ധൈര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സിനിമ ചെയ്യണം. ഉദയയുടെ ബാനറിൽ വീണ്ടും ഒരു പടം നിർമ്മിക്കുമ്പോൾ ഇത്രയും ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ ഒരു നല്ല സിനിമ വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് അതിന്റെ സമയമെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ് സിനിമാ നിർമ്മാണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സുഹൃത്തുക്കളൊക്കെ ബിജു മേനോൻ വരെ സിനിമ ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ല അത് ഇപ്പൊ നല്ല സിനിമകൾ ഒരാളുടെ മനസ്സിൽ ഇഷ്ടം തോന്നുന്ന സിനിമ നിർമ്മിക്കാനായിട്ട് ഉള്ളൊരു കാലാവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വിശേഷം ഉണ്ടാവരുതെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. കാരണം കഴിഞ്ഞ വർഷം 2011 മൊത്തം 92 സിനിമകളും കണ്ടാണ് മലയാള സിനിമയിൽ റിലീസ് ചെയ്തത്. 2012 പകുതി ആകുമ്പോൾ ഏകദേശം 100ഓളം എത്തിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സിനിമകളുടെ എണ്ണം കൂടുന്നു. അതനുസരിച്ച് സിനിമ പ്രദർശിപ്പിക്കാനുള്ള തിയേറ്ററുകളുടെ എണ്ണം കൂടുന്നില്ല. അതൊക്കെ വലിയൊരു കോമ്പറ്റീഷനാണ്. നല്ല സിനിമകൾക്ക് ചിലപ്പോൾ ചില നല്ല സിനിമകൾക്ക് ഒരു ബ്രീതിങ് സ്പേസ് വേണം, ഒന്ന് പിടിച്ചു കയറാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്പേസ്, ഒരു ഗ്യാപ്പ്, ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. വലിയ താരങ്ങളായി മാറിക്കഴിയുമ്പോൾ മറ്റു താരങ്ങൾക്കൊപ്പം മത്സരിക്കുന്ന താരങ്ങൾക്കൊപ്പം അഭിനയിക്കില്ല എന്നൊക്കെ ചിലര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കുഞ്ചാക്കോ ബോബൻ നേരെ മറിച്ചാണ്. എന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കൊപ്പം അഭിനയിക്കും. വലിയ താരങ്ങളോട് ചോദിച്ചാൽ പോരെ? അല്ല, എല്ലാവർക്കൊപ്പം അഭിനയിക്കുന്നു ബിജു മേനോൻ. ഞാൻ വലിയ താരമല്ല. പക്ഷെ പ്രേക്ഷകർ അങ്ങനെ കാണുന്നു. അത് സിനിമയുടെ വലിപ്പമാണ്. അതായത് എന്റെ വലിപ്പവും ഞാനെന്ന് പറയുന്ന ഒരു താരത്തിന്റെ വലിപ്പവും അല്ല. അത് ആ സിനിമയുടെ വലിപ്പമാണ്. ആ കഥാപാത്രത്തിന് ലഭിക്കുന്ന അംഗീകാരങ്ങളാണ്. അപ്പൊ അതിന്റെ അംഗീകാരത്തിന്റെ വലിപ്പമാണത്. അതൊരിക്കലും ഇപ്പം
മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്നവർക്ക് ശേഷം ഒരിക്കലും അങ്ങനത്തെ ഒരു വലിയ താരം മലയാള സിനിമയിൽ ഒരു പരിധി കൂടുതൽ ഉണ്ടായിട്ടില്ല. ചിലപ്പം സുരേഷ് ചേട്ടൻ ഒരു പരിധി വരെ ആ ലെവൽ വരെ എത്തിക്കാണുമായിരിക്കും. പക്ഷെ ഇപ്പൊ എല്ലാവരും താരമെന്നതിനേക്കാൾ ഉപരി അഭിനേതാക്കളായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ സിനിമകളിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ അഭിനേതാക്കളുടെ കൂട്ടായ്മയോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും, ഒരു താരം എന്നതിനേക്കാൾ ഉപരി അഭിനേതാവായിട്ട്. അമ്മയുടെ മീറ്റിങ്ങുകളിൽ സജീവ സാന്നിധ്യമാണ്. എല്ലാവരും പറയുന്നത്, ഇന്നസെന്റ് ഏട്ടൻ തന്നെ പറയുന്നത്, ചാക്കോച്ചൻ ഇല്ലാതെ എന്ത് മീറ്റിംഗ്, ആ ഒരു രീതിയിലാണ്. എന്തുകൊണ്ട് അങ്ങനെ അമ്മയുടെ മീറ്റിംഗിൽ സജീവമായി പങ്കെടുക്കുന്നു? ഞാൻ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന കാലഘട്ടത്തിൽ പോലും അമ്മയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അമ്മ അസോസിയേഷനിലുണ്ടായിരുന്നു, അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും സിനിമയിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ പൂർണ്ണമായിട്ട് ഞാൻ വിട്ടുമാറി നിന്നിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പണ്ട് അമ്മ സംഘടന ഉണ്ടായ സമയത്ത്, ഞാൻ സിനിമയിലേക്ക് വന്നിരുന്ന സമയത്ത് അമ്മയിൽ ചേരണമെന്ന് വരെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. സംശയിച്ച ആളായിരുന്നു ഞാൻ. ഇതിന്റെ ആവശ്യമുണ്ടോ, വെറുതെ ചുമ്മാ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പടലപ്പിണക്കങ്ങളും കുറെ ഈഗോസുമായിട്ട് വരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, ഇപ്പോൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സംഘടനയാണ് അമ്മ. അത് പക്ഷേ എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും സംയോജിപ്പിച്ച് മുമ്പോട്ട് നല്ല സിനിമയുടെ അല്ലെങ്കിൽ സിനിമയുടെ നന്മയ്ക്കായി അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് അഭിനേതാക്കളുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരുണ്ടാവും. സഹായങ്ങൾ ചെയ്യുന്നു. ഇപ്പോ ശാന്തകുമാരി അമ്മയ്ക്ക് വീടെടുത്തു കൊടുത്തു, അമ്മ വീട്. അതുപോലെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇത് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയപ്പെടാത്ത പല സഹായങ്ങളും അമ്മയുടെ അംഗങ്ങൾ ചെയ്യുന്നുണ്ട്. അമ്മയുടെ നേതൃത്വത്തിൽ വലിയ കൂട്ടായ്മകൾ 2020 ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ, ഇനിയും അത്തരത്തിലുള്ള കൂട്ടായ്മകൾ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. ഇപ്പം എന്തായാലും ഒരു ഫൈനാൻഷ്യൽ ബേസ് എല്ലാവർക്കും വേണം. ഇപ്പൊ ഇത്രയും വലിയ സഹായങ്ങൾ ചെയ്യുന്നത് എക്കാലത്തും നിലനിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫണ്ട് റൈസിങ് ആയിട്ടുള്ള പ്രോജക്ട്സ് വേണം. അത് സിനിമയാവാം, സ്റ്റേജ് ഷോസ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാരിറ്റി മാച്ചസ് ആവാം, ബെനിഫിറ്റ് മാച്ചസ് ആവാം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം സദുദ്ദേശത്തോടെയാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണെങ്കിൽ, ആൾക്കാർ അത് മനസ്സിലാക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല നല്ല സിനിമകൾ, ഈ പറയുന്ന വലിയ കൂട്ടായ്മയിലെ വലിയ സിനിമകൾ ഉണ്ടാവും. അത്തരം കൂട്ടായ്മ, വലിയ കുടുംബമാണ് സിനിമ. അമ്മ അതിന് നേതൃത്വം നൽകുന്നു. അമ്മയുടെ നേതൃത്വത്തിൽ ഒരു ഓണം, അങ്ങനെ ഒരു സ്വപ്നമുണ്ടോ ചാക്കോച്ചന്? അതൊരു നല്ലൊരു ഐഡിയ ആണ്. തീർച്ചയായിട്ടും ചെയ്യാവുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം വിവേക് നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ എല്ലാ മീറ്റിങ്ങുകളിലും ഉണ്ടാകുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്നെ ഇപ്പോൾ ഒരു ട്രഷറർ സ്ഥാനം ഏൽപ്പിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ ഫംഗ്ഷൻസ്, ഈ അമ്മയുടെ പരിപാടികൾക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ഓണം മാത്രമല്ല, എല്ലാ ആഘോഷങ്ങളും നല്ല രീതിയിൽ, പ്രത്യേകിച്ച് എല്ലാ ഇപ്പം സിനിമയിൽ പ്രസക്തമായവരും അപ്രസക്തമായവരും എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും സമത്വത്തിന്റെയും. പണം സൂക്ഷിപ്പുകാരനാണ് അതിന് നേതൃത്വം നൽകേണ്ടത്. തീർച്ചയായിട്ടും. അത് പണം അതിനൊരു തടസ്സമേ ആവില്ല. കാരണം സന്തോഷത്തിനും ഒരാളുടെ ക്ഷേമത്തിനും വേണ്ടി ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ കാശിന് കടലാസിന്റെ വില പോലും ഇല്ല. കാശിന് വില ഉണ്ടാകണമെങ്കിൽ അതുകൊണ്ട് ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടാകണം. കൂട്ടായ്മയിൽ ഓണം പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അത് ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് വിവേകിനാദ്യം തന്നെ താങ്ക്സ്, അങ്ങനത്തെ ഒരു ഐഡിയ ഇട്ട് തന്നതിന്. അപ്പോ അവസാനമായി പ്രേക്ഷകരോട് ഈ ഓണത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പെന്താണ്? ഈ ഓണത്തിന് ആദ്യം തന്നെ ഏറ്റവും വലിയ നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വലിയ വിജയങ്ങൾ നൽകുന്നതിൽ, നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് തന്ന സിനിമകളെ വിജയിപ്പിക്കുന്നതിൽ. അതോടൊപ്പം തന്നെ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു നവോത്ഥാനം, നല്ല സിനിമകൾ, ഏത് തരത്തിൽപ്പെട്ട സിനിമകളാണെങ്കിലും അത് വിജയിപ്പിക്കുന്ന പ്രേക്ഷകർക്ക് ഈ ഓണക്കാലവും അതിനുശേഷമുള്ള സമയങ്ങളും എല്ലാ നല്ല സിനിമകളുണ്ടാകട്ടെ. ആ സിനിമകൾ നിങ്ങൾക്ക് മനസ്സിനും നിങ്ങളുടെ ജീവിതത്തിനും നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഓണക്കാലവും നിങ്ങളുടെ ജീവിതം മുഴുവനും ഈ ഓണത്തിന്റെ സമ്പത്തും സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കട്ടെ. നന്ദി, നമസ്കാരം. സ്വന്തം കുടുംബത്തിലും എല്ലാ സന്തോഷവും തുടരട്ടെ എന്നും വളരെ സന്തോഷം. താങ്ക് യു.